ഹലോ, കുഞ്ഞിത്താമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ന്യൂട്രി ബാർ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ ന്യൂട്രി ബാർ തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു 9 ഇഞ്ചിൻ്റെ ട്രേ ആണ്. കുറച്ച് വലിപ്പമുള്ള ട്രേ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ബട്ടർ തേച്ച് കൊടുക്കുക. അപ്പോൾ ഇതിലൊന്നും പിടിക്കാതിരിക്കാനായിട്ട് ഇപ്പോൾ ബട്ടർ പേപ്പർ ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും വെച്ച് കൊടുക്കുമ്പം 2 ബട്ടർ പേപ്പറായിട്ട് വെച്ച് കൊടുക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ അതിലും നമുക്കൊന്ന് ബട്ടർ നന്നായിട്ടൊന്ന് തടവി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നട്ട്സ് നമുക്ക് അളന്നെടുക്കാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് ഉണക്കമുന്തിരിയാണ്. ഇത് നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. കൂടാതെ 1/4 കപ്പ് വാൾനട്ട്, ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. 1/2 കപ്പ് പംകിൻ സീഡ്, മത്തൻ്റെ കുരുവാണ് 1/2 കപ്പ്. 1/4 കപ്പ് സൺഫ്ലവർ സീഡ്, 1/4 കപ്പ് ഫ്ലേക്സ് സീഡ്, കൂടാതെ 1/4 കപ്പ് എള്ള്. ഇപ്പം നിങ്ങൾക്ക് കറുത്ത എള്ള് കിട്ടുകയാണെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. ഇപ്പോൾ കറുത്ത എള്ളില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ വെള്ളെള്ളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ 1/2 കപ്പ് കാഷ്യൂനട്ട്. ഇപ്പോൾ കാഷ്യൂനട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പം 2.5 കപ്പാണ് മൊത്തത്തിൽ നട്ട്സായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ നന്നായിട്ട് അളന്നെടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ വേറെ പൊടിയായിട്ടൊന്നും ചേർത്ത് കൊടുക്കാനില്ല. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ 3 ടേബിൾ സ്പൂൺ നട്ട്സ് എടുത്ത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ വാൾനട്ടും കാഷ്യൂനട്ടും ഒക്കെ പൊടിക്കുമ്പോഴത്തേനും ഒന്ന് ഒരു ഓയിലി ആയിട്ടായിരിക്കും നമുക്ക് വരിക, നല്ല പൊടിയായിട്ട് വരില്ല. അത് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട, അങ്ങനെ ആയിരിക്കും വരിക. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർക്കണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന 2.5 കപ്പ് നട്ട്സിന് 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തീരെ മധുരത്തിനായിട്ട് വേറൊന്നും തന്നെ ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ മധുരം ഉള്ളുമ്പോഴേക്കും കഴിക്കാൻ കൂടുതൽ ഇഷ്ടം. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മധുരത്തിലായിട്ട് വേണം ഉണ്ടെങ്കിൽ ഈ സമയം നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓപ്ഷനിലാണ് കേട്ടോ. പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് മുട്ടയിലൊന്ന് ഇളക്കി കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ യോജിച്ച് കിട്ടും. അതുകൊണ്ടാണ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാൻ പറയുന്നത്. ചേർക്കുന്നുണ്ടെങ്കിൽ ഈ മുട്ടയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും അതേപോലെ 1/4 ടീസ്പൂൺ കറുകപ്പട്ടയുടെ പൊടിയൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലൊരു മണവും രുചിയൊക്കെ ഉണ്ടാവും. ഈ സമയം നമുക്ക് ഓവൻ ഓൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓവൻ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. 180 ഡിഗ്രി സെൽഷ്യസിലാണ് പ്രീ ഹീറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓൺ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത് റെഡി ആകുമ്പോഴേക്കും കറക്റ്റ് 10 മിനിറ്റ് ആവും. നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്ന നട്ട്സിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുക. ഒരു കുറച്ചൊരു കുഴഞ്ഞിരിക്കും കേട്ടോ. പൗഡറായിട്ട് നമുക്ക് കിട്ടില്ല, അത് സാരമില്ല. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നന്നായിട്ട് അടിച്ചെടുക്കുമ്പോഴേക്കും അതിൻ്റെ കട്ടയൊക്കെ മാറി നല്ല ലൂസ് പരുവത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതുവരയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് കട്ടയൊക്കെ ഒന്ന് ഉടച്ചുടച്ച് നന്നായിട്ട് ഇളക്കി എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നട്ട്സ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ട് ഇളക്കി എല്ലായിടത്തും മാവ് എത്തുന്ന പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ.
അപ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കും നമുക്ക് ഇളക്കി കഴിയുമ്പോൾ കിട്ടുന്നത്. കുറച്ച് ലൂസായിട്ട് ഇരിക്കണ പോലെ. അപ്പോൾ വല്ലാണ്ട് ലൂസാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ മുട്ടയുടെ അളവ് കൂടിയിട്ടുണ്ടെന്നാണ്, അപ്പം നട്ട്സിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെ തോന്നുകയാണെങ്കിൽ നട്ട്സ് ശകലോടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു കട്ടിയായിട്ട് ഇരിക്കണം, വല്ലാണ്ട് ലൂസാവാത്ത ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ പാത്രം നിങ്ങൾ എടുക്കണം, പാത്രം വല്ലാണ്ട് ചെറിയ പാത്രത്തിൽ എടുക്കില്ല. വല്ലാണ്ട് ചെറുതിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടില്ല, കുറച്ച് കനം കൂടും. അപ്പോൾ കനം കുറച്ച് നന്നായിട്ട് പരത്തി ഒരേ അളവിൽ പരത്തി കൊടുക്കണം. അപ്പോൾ നല്ലൊരു സ്പൂൺ ഇതുപോലുള്ള സ്പാച്ചില നേരം വെച്ചിട്ട് നന്നായിട്ട് പരത്തി ഒരേ പരുവത്തിൽ എല്ലാ ഭാഗത്തെയും കനം ഒരേ രീതിയിലായിരിക്കണം. അപ്പോൾ നന്നായിട്ട് സൈഡിലേക്ക് നന്നായിട്ടൊന്ന് കുത്തി കുത്തി കൊടുത്ത് കറക്റ്റ് ഇതേ പരുവത്തിലാക്കി ഷേപ്പ് ചെയ്തെടുക്കണം. ഈ പരുവത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിനുള്ളിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടാവും. അപ്പം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അതൊക്കെ പുറത്ത് പോകും. നന്നായിട്ട് നല്ല കട്ടിയിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുറച്ച് സമയത്ത് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഒരേ പരുവത്തിലായിരിക്കണം, എപ്പോഴും അത് ശ്രദ്ധിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ കനം കൂടിയ ഭാഗം കറക്റ്റായിട്ട് ക്രിസ്പ് ആവില്ല, കനം കുറഞ്ഞ ഭാഗം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം ഒരേ പരുവത്തിലാക്കി കൊടുക്കുക. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ എള്ള് ഞാൻ വിതറിക്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം പംകിൻ സീഡും ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്തിരി നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കണം. അപ്പോൾ കുറച്ചധികം നേരം തട്ടി കൊടുക്കുക. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഓവനിലേക്ക് ഇത് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് ഹീറ്റ് 150-ലാക്കണം കേട്ടോ. നമ്മൾ 180-ലായിരുന്നു വെച്ചത്, 150-ലേക്കാക്കി ഏകദേശം ഒരു 20 മിനിറ്റ് ആകുമ്പോൾ എടുത്ത് നോക്കണം നിങ്ങൾ. അപ്പം ഇത് 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് എടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ കട്ട് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുക. അപ്പോൾ കറക്റ്റ് അളവിന് കട്ട് ചെയ്യണം. അപ്പോൾ എല്ലാം ഒരേ പരുവത്തിൽ വരണ പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ. എപ്പോഴും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുന്നതാണ് നല്ലത്. ഞാനിപ്പം കാണാൻ കുറച്ച് ഭംഗിക്ക് വെക്കാൻ വേണ്ടിയിട്ട് നല്ല കനം കുറച്ചാണ് നിങ്ങൾ ബാറ്റർ വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് കറക്റ്റ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം ഇനി ഒരു 10 മിനിറ്റ് കൂടെ നിങ്ങൾക്ക് ഓവനിൽ വെക്കണം. അതും കറക്റ്റ് 150 ഡിഗ്രി സെൽഷ്യസിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ 10 മിനിറ്റ് കൂടെ വെക്കുക. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇപ്പോൾ ഈ സമയം നിങ്ങൾക്ക് ഒന്ന് പൊട്ടിച്ച് വയലിടും, ഒന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നല്ല തണുത്ത് കഴിയുമ്പോഴായിരിക്കും നന്നായിട്ട് ക്രിസ്പി ആകുക. അപ്പോൾ വല്ലാണ്ട് സോഫ്റ്റ് ആയിട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ നിങ്ങൾക്ക് ഓവനിൽ വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ക്രിസ്പായി കിട്ടും. ഈ വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും ഒക്കെ അടങ്ങിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പം എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ രാവിലെ തന്നെ കാലത്തെ ബിസ്ക്കറ്റൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ബിസ്ക്കറ്റൊക്കെ കൊടുക്കുന്നതിന് പകരം ഇത് കൊടുക്കുകയാണെങ്കിൽ ഇതവരുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് 2 ആഴ്ച വരെ കേടുകൂടാതെ ഇരിക്കുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം പുതുതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.